നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ഭ്രമയുഗം മമ്മൂട്ടി തിരഞ്ഞെടുക്കാനുള്ള 3 കാരണങ്ങൾ സംവിധായകനായിട്ടുള്ള രാഹുൽ സദാശിവൻ കഴിഞ്ഞ ദിവസം റെഡ് എഫ്എമ്മിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞ 3 കാരണങ്ങളാണ്. കാരണം ഈ സിനിമ ആദ്യമേ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഭൂതകാലത്തിൻ്റെ കൂട്ടൊരു ആ ടൈപ്പ് പേടിപ്പിക്കുന്ന ഒരു ഹൊറർ സ്റ്റോറി അല്ല, വേറൊരു രീതിയിലുള്ളൊരു സ്റ്റോറിയാണ്. ഹൊറർ തന്നെ ആയിരിക്കും, പക്ഷേ വേറൊരു രീതിയിലുള്ളതാണ്. അങ്ങ് ഭയങ്കരമായിട്ടുള്ള ഹൊറർ പശ്ചാത്തലമല്ല എന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ എടുത്തു പറഞ്ഞു. മമ്മൂട്ടി എന്തുകൊണ്ട് ഈ സിനിമ സെലക്ട് ചെയ്തു എന്ന് അവതാരകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ, മമ്മൂട്ടി എന്തുകൊണ്ട് സെലക്ട് ചെയ്തു. അന്നേരം അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ, ഒന്ന്, ഇത് മമ്മൂട്ടി ഏറ്റെടുക്കാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കം ഉള്ളൊരു കഥ, അദ്ദേഹത്തിന് രണ്ടാമത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 3, നമുക്കെല്ലാം അറിയാം, അതിനകത്ത് സംശയം വേണ്ട, യുണീക്കായിട്ടൊരു ക്യാരക്ടർ. ഇപ്പം മമ്മൂട്ടി ഏറ്റെടുക്കുന്ന പല സിനിമകളും, ഇപ്പം കാതലോ, നൻപകൽ നേരത്ത് മയക്കോ, പുഴുവോ, കണ്ണൂർ സ്കോഡോ, ഭീഷ്മറോ, ഏത് സിനിമ എടുത്തു നോക്കിയാലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഇത്. ഈ 3 പ്രത്യേകത കൊണ്ടാണ് ഭ്രമയുഗം എന്ന സിനിമ മമ്മൂട്ടി ഏറ്റെടുത്തത്. ഇനി ഈ സിനിമ എത്രമാത്രം വിജയിപ്പിക്കുന്നു എന്നുള്ളത് സംവിധായകനും ടെക്നിക്കൽ ക്രൂവും ആക്ടേഴ്സും എല്ലാം കൂടെ ചേർന്ന് പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അത് പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ട് വിധി എഴുതുമ്പോഴാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. സിനിമ എടുക്കുന്നവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സിനിമ എടുക്കാം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ സിനിമ എടുക്കുന്നത്, അവരുടെ സ്വപ്നത്തിനനുസരിച്ചായിരിക്കും സിനിമ എടുക്കുന്നത്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത്, അത് പ്രേക്ഷകൻ തീരുമാനിക്കും. അത് പ്രേക്ഷകരെല്ലാവരും തീരുമാനിച്ചാൽ നല്ലതെന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്, മോശമെന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അതിന് പ്രേക്ഷകനെ കുറ്റപ്പെടുത്താൻ പാടില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ എനിക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ സംവിധായകർ പറയത്തില്ല, ഒരു കഥ പറയുമ്പം പെട്ടെന്ന് ഇൻട്രസ്റ്റ് ആകാനുള്ള 3 കാരണങ്ങൾ ഇവയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് യുണീക്ക് ക്യാരക്ടർ തന്നെയാണ്. കാരണം എനിക്ക് അഥർവം പോലും സിനിമ മമ്മൂട്ടി ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഇത് സെലക്ട് ചെയ്യത്തില്ല. ഇതുപോലെ വേറൊരു സിനിമ അദ്ദേഹം വേറൊരു പശ്ചാത്തലത്തിൽ അഥർവം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്, മനയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. എനിക്കൊന്ന് ഡെന്നിസ് ജോസഫ് ആയിരുന്നു എൻ്റെ സംവിധാനം. അന്നേരം ഇത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജനറേഷൻ കണ്ടിട്ടില്ല, ഞാൻ ഉൾപ്പെടുന്ന ജനറേഷൻ കണ്ടിട്ടില്ല ഉറപ്പായിട്ടും. അന്നേരം ഇതൊക്കെ കൊണ്ട്, ഈ 3 കാരണങ്ങൾ കൊണ്ട് നമുക്കും ഈ സിനിമ കാണാം. കണ്ടതിന് ശേഷം നമുക്ക് നല്ലതാണോ ചീത്തയാണോ തീരുമാനിക്കാം. ഓക്കെ, അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.